നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. അടുത്ത മത്സരത്തിൽ അദ്ദേഹം സാന്റോസിനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സാന്റോസ് ഇപ്പോൾ ബ്രസീലിയറോ സിരിയയിൽ 9 കളികളിൽ നിന്ന് ഒരേ ഒരു വിജയവുമായിട്ട് 5 പോയിന്റോടെ 20 ടീമുകൾ കളിക്കുന്ന ലീഗിൽ 19ാം സ്ഥാനത്താണ്. നെയ്മർ വന്നേ പറ്റൂ, അല്ലെങ്കിൽ അവരുടെ കാര്യം പരിതാപകരമാണെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും അടുത്ത മത്സരം വരുന്ന വ്യാഴാഴ്ചയാണ് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 6 മണിക്കാണ് അവർ കോപ്പ ഡു ബ്രസീലിൽ CRBക്കെതിരെ കളിക്കുന്നത്. ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സാന്റോസിന് എന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകൾ നോക്കിയാൽ മതി. 2025 വിത്ത് നെയ്മർ വിത്തൗട്ട് നെയ്മർ അവർ കളിച്ച കളികൾ നോക്കുക. വിത്ത് നെയ്മർ കളിച്ചപ്പോൾ 9 കളികൾ, 5 വിജയം, 2 സമനില, 2 തോൽവി. അതായത് 63% ടീം വിജയിച്ചു. നെയ്മർ കളിക്കാതിരുന്നപ്പോഴോ 15 കളികൾ കളിച്ചു, 2 വിജയം, 4 സമനില, 9 തോൽവികൾ. വെറും 22.2% വിന്നിംഗ് പെർസെൻറ്റേജ്. നെയ്മർ ഉള്ളപ്പോൾ ഓരോ കളിയിലും അവരുടെ ഗോൾ ആവറേജ് എന്ന് പറയുന്നത് 1.67 നെയ്മർ ഇല്ലാത്തപ്പോൾ 1.07 മാത്രമാണ്. ഗോൾ കൺസീഡ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെയ്മർ ഉള്ളപ്പോൾ 0.55 ആണെങ്കിൽ നെയ്മർ ഇല്ലാത്തപ്പോൾ 1.53 പെർ ഗെയിം എന്ന രൂപത്തിൽ അവർ ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ പരിതാപകരമാണ് വിത്തൗട്ട് നെയ്മർ അവരുടെ അവസ്ഥ. അതിൽ നിന്ന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. ക്ലബർ സേവിയർക്ക് ടീമിനെ രക്ഷിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അദ്ദേഹത്തോടൊപ്പം നെയ്മർ കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ ട്രാക്കിലാവുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സാന്റോസ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.